14-ാമത്തെ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടോളൂ. അതുപോലെ തന്നെ മടവൂർ ദർഗാ ശരീഫ് അന്തി ഉറങ്ങുന്ന മാനകുന്ന ഖുതുബുൽ ആലം ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസ്. അതുപോലെ തന്നെ സിയം വലിയുല്ലാഹി തങ്ങളുടെ മാതാപിതാക്കന്മാര്, അവിടുത്തെ മശായിഖന്മാർ, ഉസ്താദുമാര്, അവിടുത്തെ മുഹിബ്ബീങ്ങളും മുരീദുമാർ. മനസ്സിലായല്ലോ? ആലം എന്ന് പറഞ്ഞാൽ എന്താ? ഖുതുബുൽ ആലം, മുദബ്ബിറുൽ ആലം. ഒരു മഹാനെ പറ്റിയും ലോക ചരിത്രത്തിൽ അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നില്ല. ഖുർആൻ കൊണ്ടോ സുന്നത്ത് കൊണ്ടോ സച്ചരിതം കൊണ്ടോ ഇമാമിങ്ങളുടെ കൗല് കൊണ്ടോ അത് തെളിയിക്കാൻ കഴിയില്ല. ആലം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹ് ഒഴികെയുള്ളതെല്ലാം അല്ലേ? ഏതൊക്കെ ആലമുണ്ട്? മലക്കുകളുടെ ലോകം, ജിന്നുകളുടെ ലോകം, സസ്യങ്ങളുടെ ലോകം, ജന്തുക്കളുടെ ലോകം, ആന്തരിക ലോകം, ഭൂമിക്കടിയിലെ ലോകം, നമ്മൾ കണ്ടെത്തിയിട്ടില്ലാത്ത അനോഘ ലോകങ്ങൾ, ഈ പ്രപഞ്ചം, ആകാശഭൂമികളുടെ 10,000 കോടി നക്ഷത്ര കുടുംബങ്ങളുള്ള 10,000 കോടി നക്ഷത്ര കുടുംബങ്ങൾ, ഗാലക്സികൾ, സൗരയൂഥങ്ങൾ, 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യൻ, له ما في السماوات وما في الأرض وما بينهما وما تحت الثرى. അല്ലേ? ആകാശവും ഭൂമിയും അതിനുള്ളതും 7 ആകാശത്തിന്റെ അടുക്കുകളും ഇവിടെയുള്ളതെല്ലാം അറിയുന്ന ആളാണ് സിയം മടവൂർ എന്ന വിശ്വാസത്തെ പോലെ ഒരു കുഫർ ലോകത്തൊരു കാഫിറും പ്രചരിപ്പിച്ചിട്ടില്ലെന്ന് നിങ്ങൾ അറിയണം. പറഞ്ഞു വരുന്നത്, നിങ്ങളിപ്പോ എവിടെ എത്തി? സിയം പടച്ചോനാന്ന് അങ്ങോട്ട് പാടുന്നത്. 15-ാമത്തെ ക്ലിപ്പിൽ നിങ്ങൾ കേൾക്കുന്നത് ഹൃദയം പൊട്ടിപ്പോകുന്ന വരികളാണ്. നിങ്ങൾ കേട്ടു നോക്കി. അതേ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. മടവൂരാര പടച്ചോനാണോ ചോദിച്ചവനോട് ചൊല്ലേ. കേടില്ലേ? ചോദിക്കുന്നവരോട് പറ, ഞങ്ങളുടെ പടച്ചോനാണ്. ഇത് കുഫ്റാണോ? ഇത് കുഫ്റാണോ? ഇത് ശിർക്കാണോ? ഈ വാചകം ശരിയാണോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലിൽ ചൊറി പിടിച്ച്, കാതു പഴുത്തുപോയ, കണ്ണ് കാണാതായി പോയ, ശരീരം ചുളിഞ്ഞു പോയ, രോഗം കൊണ്ട് പൊറുതിമുട്ടിയ, 1991 മരിച്ചുപോയ, മണ്ണോട് മണ്ണ് ചേർന്ന ഒരു മനുഷ്യനെ നിങ്ങൾ അല്ലാഹുവിലേക്ക് വായിത്തിയില്ലേ? ഒക്കെ എന്തിനാണ്? അവിടെ വരുന്ന വരുമാനമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനാണ് അല്ലേ?